ബനാന ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്, 8 അണ്ടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പഞ്ചസാര അത് ആവശ്യാനുസരണം ഇട്ട് കൊടുത്താൽ മതി. പാല് ഫ്രീസറിൽ വെച്ച് കട്ടാക്കിയതിന് ശേഷം മിക്സിയിൽ അടിച്ച് കൊടുക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമുക്ക് തണുപ്പ് അധികം പറ്റാത്തതുകൊണ്ടാണ് പാല് ഞാൻ പുറത്തെടുത്ത് വെച്ചത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് നെയ്യാണ്. ഇത് നമ്മൾ പഴം ഇങ്ങനെ എടുത്തിട്ട് 4 കട്ട് ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് വാട്ടിയെടുക്കാം. അങ്ങനെ ഇത് ഫുള്ളും കട്ട് ചെയ്തെടുക്കാം. ഒരു ചട്ടിയിൽ നെയ്യ് ഒഴിച്ച് പഴം ഇതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അത് നല്ലോണം വാടിയതിന് ശേഷം ചൂടാറാൻ വെക്കണം. അത്യാവശ്യം നെയ്യുണ്ട് ഇതിൽ. ഈ നെയ്യോട് കൂടെയാണ് നമുക്ക് ഇനി ജ്യൂസ് അടിക്കാനുള്ളത്. നല്ലോണം വാടി കിട്ടണം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അലിഞ്ഞു പോവുക. അതാണ് ഇതിൻ്റെ വേവായ അടയാളം. ഇതാ ഇങ്ങനെ നല്ലോണം വെന്തതിന് ശേഷം ഇത് ആറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട് ബനാന. ഇനി നമ്മളിത് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അണ്ടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു തരി മതി. പഞ്ചസാര ഒക്കെ നിങ്ങളുടെ മധുരം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്താൽ മതി. പാലിൻ്റെ അളവ് ജ്യൂസിൻ്റെ കട്ടി പോലെ ആണ് പാലിൻ്റെ അളവ് വരിക. അപ്പം അതിലേക്ക് 2 ഗ്ലാസ്, ഇത് 2 ഗ്ലാസ് കൊള്ളുന്ന ഒരു കപ്പാണ്. ഇത് 2 ഗ്ലാസ് പാലാണ് ഇപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി അത് മിക്സിയിൽ നല്ലവണ്ണം അടിച്ചിട്ട് തരാം. ഇപ്പം നമ്മളെ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഒരു പഴം കൊണ്ട് 2 ഗ്ലാസ് ജ്യൂസാണ്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് ജ്യൂസ് ആണ് അടിച്ചെടുക്കാൻ പറ്റുക. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മധുരം നിങ്ങൾക്ക് അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ജ്യൂസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ്.